ഇനി ഇപ്പം ഈ ഇറങ്ങിയവർ ഉൾപ്പെടെയുള്ള ഞങ്ങൾക്ക് ഇത്രയും പേര് ടി വിയിലോട്ട് എന്തായാലും തിരിച്ച് കയറാൻ പറ്റത്തില്ല ഗൈസ്. ടി വിയിലോട്ട് തിരിച്ച് ടി വിയിലോട്ടില്ല. നിങ്ങൾ ഫസ്റ്റ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ക്ലിയറായിട്ട് കേൾക്കുക ഗൈസ്. നിങ്ങൾ ആദ്യമേ തന്നെ ഇവിടെ ഒരു ഹേറ്റും കോൺട്രവേഴ്സിയും ആയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ലൈവ് അല്ല ഞാൻ. എനിക്കിതിൻ്റെ അപ്ഡേറ്റുകൾ തരണം. നിങ്ങൾക്ക് മുമ്പോട്ട് എന്താണ് ഞാനിനി ചെയ്യാനും പോണത് എന്നുള്ള ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് തരണം. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ലൈവ് വന്നത്. കാരണം ഇപ്പം ഞാൻ പറയാൻ പോണ കാര്യങ്ങൾ വെച്ചാൽ എൻ്റെ മൈൻഡിൽ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ, എൻ്റെ കുറച്ച് ഫീലിങ്സും കാര്യങ്ങളും ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാണ്ട് ഇതൊരു ഹേറ്റ് ലൈവോ അല്ലെങ്കിൽ ഒരു കോൺട്രവേഴ്സി ലൈവോ എന്നുള്ള ഒരു രീതിയിൽ നിങ്ങൾ എടുക്കരുത്. ഫസ്റ്റ് ഓഫ് ആൾ എനിക്കത് പറയാനുള്ളതാണ്. ഹേറ്റ് ലൈവോ ഒരു കോൺട്രവേഴ്സി ലൈവോ ആയിട്ട് നിങ്ങളിത് കാണരുത്. ഓക്കെ, ഞാൻ അതാദ്യം പറയുകയാണ്. അപ്പം നിങ്ങൾ ഇനി എൻ്റെ ഡിസിഷൻ എന്താണെന്നുള്ളത് ഞാൻ പറയാം. ലാസ്റ്റത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ കണ്ടു കാണും. വെച്ചാൽ SRKയുടെ ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് SRKയുടെ സിറ്റുവേഷൻ കണ്ടിട്ട് കുറച്ച് ഷോക്കായി. കാരണം അവൻ സിറ്റുവേഷൻ വന്ന് ഞങ്ങളെ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ച സമയത്ത് ഞങ്ങൾക്ക് രായനൊക്കെ ഭയങ്കരമായിട്ട് ഷോക്കായിട്ട് അന്നേരത്തെ ട്രിഗറിൽ സിറ്റുവേഷൻ എടുക്കണം എന്നുള്ളൊരു മൈൻഡിലാണ് ആ സിറ്റുവേഷൻ കണ്ടിന്യൂവേഷൻ ഞങ്ങളുടെ സൈഡിൽ നിന്നൊരു സിറ്റുവേഷൻ പോലെ വന്നത്. പക്ഷേ അത് ഭയങ്കരമായിട്ട് ബാക്കിയുള്ളവർക്ക് ബാഡാക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ TVA മെമ്പേഴ്സായിട്ട് അന്നേരമുള്ള TVയിൽ നിന്ന് ഇറങ്ങാതെ നിന്നവർക്കും അതേപോലെ ഈഗിളിനാണെങ്കിലും എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് ബാഡാക്കി എന്നുള്ളൊരു സീനത് നിങ്ങൾ കണ്ടു കാണും. നമ്മളതിൽ കയറി ഇടപെട്ടത് ഭയങ്കരമായിട്ട് ഭയങ്കര സിറ്റുവേഷൻ ഭയങ്കര ഷോക്കാക്കി. SRK കുറേ സീനുകളുണ്ടായി. ഇതെല്ലാം നിങ്ങൾ കണ്ടതായിരിക്കും. അപ്പം സത്യം പറയാം, എനിക്ക് നിങ്ങളത് ഓപ്പണായിട്ട് പറയണമെന്നുള്ളതുകൊണ്ട് ഞാൻ പറയണത്. കേസ് എനിക്കിത് അങ്ങനെ ഒരു രീതിയിലാവണമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടല്ല സിറ്റുവേഷൻ എടുത്തത്. ഞാൻ നിങ്ങളത് ഓപ്പണായിട്ട് പറയുന്നു. അല്ലെങ്കിൽ TVയിലുള്ളവരെ വെറുപ്പിക്കാനോ അങ്ങനെ നമുക്ക് കയറി ഷോ കാണിക്കാനോ അങ്ങനെയൊന്നും ചെയ്തതല്ല. ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്. അങ്ങനെ ഷോ കാണിക്കാനാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ലൈവ് ഇട്ടിട്ട് അത് കാണിക്കായിരുന്നു. ഞങ്ങൾക്കൊരു ഒരു ലൈവ് ഇട്ടിട്ട് ഞങ്ങൾക്ക് ആൾക്കാരെ ബോധിപ്പിക്കാനെന്നുള്ള രീതി കാണിക്കുക. നിങ്ങളാരും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. നിങ്ങളത് ഓപ്പണായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണം. കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പറഞ്ഞാൽ കുറേ പേർക്ക് മനസ്സിലാവുമായിരിക്കും. കാരണം ഓൾറെഡി ഈഗിളുമായിട്ട് ഇഷ്യൂ ഉള്ള ഒരു സമയത്ത് ഞാൻ ഇത് പറയുകയാണെങ്കിൽ ആൾക്കാർ അത് നെഗറ്റീവായിട്ട് എടുക്കും. ഞാൻ എന്ത് പറഞ്ഞാലും നെഗറ്റീവായിട്ട് എടുക്കും. കാരണം നിങ്ങൾ TVനെ ഇഷ്ടപ്പെട്ടവരാണ്, മനസ്സിലായി. ഇത്രയും നാൾ TV ഇഷ്ടപ്പെട്ടവരാണ്. അപ്പം TVനെ ഹർട്ട് ചെയ്യുന്നൊരു കാര്യം വരുമ്പോൾ നിങ്ങൾക്കും അത് ഹർട്ടാവും, മനസ്സിലായോ? അപ്പം എനിക്ക് ഇനി പറയാനുള്ള കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മളിപ്പം TVയുടെ റോള് നമ്മളത് ഇതുവരെ റിമൂവ് ആയിട്ടില്ല. സൂൺ റിമൂവ് ആവുമായിരിക്കും. ബട്ട് ആ റോൾ ഉള്ളിടത്തോളം കാലം നമ്മൾ ആ സിറ്റിയിൽ കളിക്കുന്ന സമയത്ത് നാളെ ഇനിയൊരു ഇഷ്യൂ വന്നാൽ TVയിലെ ഒരു മെമ്പറിനെ ആരെങ്കിലും നാളെ ഇനി അടിക്കുന്നത് കണ്ടാലും നമുക്ക് ചിലപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് ബാഡാവും. ഉറപ്പായിട്ടും നമുക്ക് ബാഡാവും, ഉറപ്പാണ് കേസ്. അത് ബാഡാവും. കാരണം എനിക്കെന്നല്ല, രായനായാലും ബാക്കി പിള്ളേർക്കായാലും ഇവർക്കൊക്കെ ബാഡാവും, മനസ്സിലായോ? നമുക്ക് ഒരിക്കലും അത് കണ്ടോണ്ടിരിക്കാൻ പറ്റൂല. അത് ഡ്രീമറുടെ അടുത്താണെങ്കിൽ പോലും നമ്മൾ സംസാരിച്ചപ്പോഴും നമ്മൾ പറഞ്ഞതാണ്, മനസ്സിലായോ? അളിയ നിങ്ങളെ കൂട്ടത്തിൽ ഒരാളാരെങ്കിലും നാളെ സിറ്റുവേഷൻ എടുത്തിട്ട് നിങ്ങളെ ഒന്ന് അടിക്കുകയോ ഇതൊക്കെ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് അത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റൂല. നമ്മളതിൽ ഇടപെട്ട് പോകും. അപ്പം നമ്മൾ അതുകൊണ്ട് എനിക്കെന്നല്ല എല്ലാവരുടെ അടുത്തും ചോദിച്ചു. ഞാൻ ലാസ്റ്റായിട്ടും ചോദിച്ചു, എടാ നിങ്ങൾക്ക് TVയിൽ കളിക്കാം, എല്ലാവരും പഴയ തിരിച്ച് കയറാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ള രീതിയിലും ചോദിച്ചു. അതേപോലെ ഈഗിളിൻ്റെ സൈഡിലും ചോദിച്ചപ്പോഴത്തേക്ക് എന്ന് വെച്ച് കഴിഞ്ഞുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈഗിളിന് അതിൻ്റെ അകത്ത് ഓൾറെഡി പറഞ്ഞല്ലോ കേസ്, ഒരു കുറച്ച് പേരുമായിട്ട് ഈഗിൾ ഓക്കെ അല്ല എന്നുള്ള രീതികൾ പറഞ്ഞായിരുന്നു, മനസ്സിലായി. അപ്പം എനിക്ക് അവനെ ഫോഴ്സ് ചെയ്യാനും പറ്റൂല. കാരണം അവൻ്റെ സൈഡിൽ അവൻ്റേതായ ശരികൾ കാണും, എൻ്റെ സൈഡിൽ ബാക്കിയുള്ളവരുടെ സൈഡിൽ അവരുടെ ശരികൾ കാണും. അപ്പം എനിക്ക് മനസ്സിലായി, രണ്ട് സൈഡിലും ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ കുറച്ച് പേരെ മാത്രമായിട്ട് മാറ്റി നിർത്തിക്കൊണ്ട് തിരിച്ച് TVയിലോട്ട് കയറുമ്പോൾ എനിക്ക് മനസ്സിലായി അതും ഒരു ശരിയായ ഒരു കാര്യമാണെന്ന് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ഡിസൈഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക. ഇനി വീണ്ടും തിരിച്ച് മനസ്സിലായില്ല, ഇനി ഇതിലൊരു പ്രശ്നം ഉണ്ടാക്കുന്നതിലോട്ട്. കാരണം എനിക്കിനി ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വയ്യ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മടുത്ത്, സീരിയസ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മടുത്ത്. കുറേ ദിവസമായിട്ട് RPയിൽ വീണ്ടും കയറി തുടങ്ങിയിട്ട് വീണ്ടും RP നിർത്തി RDR മാത്രം കളിച്ചുകൊണ്ടിരുന്നത് പോലും
ഇത് മടുത്ത് കേസ് എന്ന് വെച്ചാൽ എന്ത് ചെയ്താലും തെറ്റെന്നുള്ളൊരു രീതിയിലാണ് എല്ലാം വരുന്നത്. എന്ത് ചെയ്താലും തെറ്റെന്നേ വരുന്നുള്ളൂ, മനസ്സിലായോ? അങ്ങനെ ഒരു രീതിയിലാണ്. പക്ഷേ ഈ കമൻറ്റ് ബോക്സും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ സത്യം പറയാം അല്ലെങ്കിൽ വെറുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുക്കും. അമ്മാതിരി കമൻറ്റ് ബോക്സാണ് എനിക്ക് വരുന്നത്, മനസ്സിലായോ? ഓരോരുത്തർ ഒരു സിറ്റുവേഷൻ നടന്നു കഴിഞ്ഞാൽ, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും നാൾ അണ്ണാന്ന് വിളിച്ചവരൊക്കെ വന്നു കഴിഞ്ഞാൽ പച്ചയ്ക്ക് തെറി വിളിക്കുക. ഇത്രയും നാൾ ടി വിക്ക് വേണ്ടി ചെയ്തതിനൊന്നും ഒരു വാല്യൂ ഇല്ല. ഒന്നും 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 എക്സ്പെക്റ്റ് ചെയ്തിട്ടൊന്നും അല്ല കേസ് നമ്മളാരും ഇവിടെ നിന്നിട്ടുള്ളത്. ഈ ടി വിയിൽ കയറുന്ന സമയത്ത് നമ്മൾ ടി വി എന്ന് പറഞ്ഞൊരു ഗ്യാങ് ഒരു ഒരു ഭയങ്കര വലിയ ഇത്രയും ആൾക്കാർ ഒരുപാട് 1000 പേര് കാണുന്നൊരു ഇത്രയും ആൾക്കാർ കാണുന്നതും അങ്ങനത്തെ ഒരു ഗ്യാങ് അല്ല, മനസ്സിലായി? നമ്മൾ കുറച്ച് പേര് കാണും, അല്ലാതെ കുറേ ഭയങ്കര ഇതേപോലെ 10,000-15,000 വ്യൂവേഴ്സോ അല്ലെങ്കിൽ നമ്മൾ ലൈവ് ഇടുമ്പോൾ എനിക്കൊരു 4,000-5,000 വ്യൂവേഴ്സൊന്നും ആ സമയത്ത് ഇല്ലാത്തൊരു ടൈമിലാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തിട്ടൊന്നും അല്ല കയറുന്നത്, മനസ്സിലായി? നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് എന്തുവാ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബോണ്ടിങ്ങിന് പുറത്തുണ്ടാക്കി അങ്ങനെ മുമ്പോട്ട് വന്നൊരു ഗ്യാങ്ങാണ്. ടി വി ലൈക്ക് ഇതിൽ നിന്ന് ഇറങ്ങേണ്ടി വന്ന ഡിസിഷൻ സത്യം പറഞ്ഞാൽ ലൈക്ക് വേറെ എനിക്കെന്തോ അന്നേരം വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്ത ഡിസിഷനാണ്. എനിക്ക് എല്ലാവരും ടി വിനെ വിട്ടിട്ട് ഒരിക്കലും എന്തുവാ വേറൊരു ഗ്യാങ്ങിലോട്ട് പോകാനും അങ്ങനെയൊന്നും ഞാൻ ഒരു ഇങ്ങനത്തെ ഒരു ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ടി വരുമെന്നും ചിന്തിച്ചിട്ടില്ല, മനസ്സിലായി? ലൈഫിൽ വേറൊരു ഗ്യാങ്ങിലോട്ട് അല്ലെങ്കിൽ ടി വിയിൽ നിന്ന് ഇറങ്ങേണ്ടി വരും എന്നുള്ളതൊന്നും ചിന്തിച്ചിട്ടൊന്നും ഇല്ല, ഒരിക്കലും ഒരു സംഭവം ചിന്തിച്ചിട്ടില്ല. എന്നിട്ടാണോ സാവേജ് സ്പീഡിനെ കളിയാക്കിയത്? ബ്രോ ഞാൻ കളിയാക്കിയോ ബ്രോ? അതാ അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങളാണ്, അത് വേറെ പ്രശ്നങ്ങളുണ്ട്. അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ വേറെയാണ്. ഞാൻ ആരെയും കളിയാക്കാൻ പോയിട്ടില്ല, ഞാൻ ഒന്നും പറയാനും പോയിട്ടില്ല, ഞാൻ ഒരാളെ കളിയാക്കാൻ പോയിട്ടില്ല. നിങ്ങൾ ടി വിയിലുള്ള ഏതെങ്കിലും ഒരു മെമ്പർ എന്നെ വന്നിട്ട് ഇപ്പം ഞാൻ അവനെ ആരെങ്കിലും കുറ്റം പറയാനോ കളിയാക്കാനോ പോയിട്ടുണ്ടോ നിങ്ങൾ ചോദിച്ചു നോക്കും. ഞാൻ ഇന്നത്തെ ഈ ഒരു ദിവസം വരെ പോയാലും ടി വിയിൽ അവിടെ കളിക്കുന്ന മെമ്പേഴ്സുമായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട്. എൻ്റെ കൂടെ വന്നിരുന്ന അവിടുത്തെ പിള്ളേർ എനിക്ക് അങ്ങനെ ഒരു സംഭവമൊന്നും ഇല്ല. ഞാൻ അവിടെ നിന്ന് മാറിയെന്നും പറഞ്ഞ് എനിക്ക് അവിടുത്തെ പിള്ളേരായിട്ട് ഒരു സീനും ഇല്ല. എല്ലാവരുടെ കൂടെയും സംസാരിക്കാറുണ്ട്. നിങ്ങൾ ആരുടെ വേണമെങ്കിലും ചോദിച്ചു നോക്കിയോ, എനിക്കൊരു സീനും ഇല്ല. അങ്ങനെ ആരുടെ എനിക്ക് പേഴ്സണലൊരു ഗ്രഡ്ജും വെച്ചിട്ടില്ല. ഞാൻ ഈഗിളുമായിട്ടൊരു ഇഷ്യൂ ഉള്ളത് ഈഗിളുമായിട്ട് ഡയറക്റ്റായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഇതാക്കിയിട്ടുണ്ട്. അല്ലാതെ പുറത്ത് വേറൊരു കാര്യവും വേറെ ടി വിയിലൊന്നും ഇപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു താരത്തും ഉണ്ടായിരിക്കില്ല. എനിക്ക് എല്ലാവരും ഒരേപോലെ തന്നെയാണ്, മനസ്സിലായി? എല്ലായിടത്തും എനിക്ക് എപ്പോഴും ഒരു കാര്യം തന്നെയാണ്. ബാഡായിട്ടുള്ള കാര്യം അമ്മമാരത്ത് പറഞ്ഞിട്ടുണ്ട്, ഉള്ളപ്പോഴാണെങ്കിൽ ഇല്ലാത്തപ്പോഴാണെങ്കിൽ ബാഡായിട്ടുള്ള കാര്യം അമ്മമാരത്ത് ഓപ്പണായിട്ട് പറഞ്ഞിട്ട് അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു കാര്യവും ഞാൻ ആരടുത്തും പോയി വന്നിട്ട് ഇരുന്ന് ചൊറിയാനും, മനസ്സിലായി? ഇതിനകത്തുള്ള മെമ്പേഴ്സായിട്ടുള്ള പിള്ളേരുടെ അടുത്ത് ഇപ്പോൾ പോയി ഞാനൊന്നും ബാഡായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. അത് അവന്മാർക്കിടയിലുള്ള പ്രശ്നങ്ങളാണ് ഗീസ, അവന്മാർ പിള്ളേർക്കിടയിലുള്ള പ്രശ്നങ്ങൾ. അത് അവന്മാർ എന്തെങ്കിലും തീർത്തോളും, ഇപ്പോൾ ഉള്ളതുപോലെ എന്തെങ്കിലും അവന്മാരും തീർത്തോളും. ഇനി ഡിസിഷൻ എന്ന് പറഞ്ഞ കേസ് എനിക്ക് പറയാനുള്ളത്, ഞാനിപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ലാൻഡിസിൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, എക്സ്ലാൻഡിസിൽ കളിക്കുന്നിടത്തോളം കാലം നമ്മളെ റോൾ ഉള്ളിടത്തോളം കാലവും നമുക്കവിടെ ഒരു എന്തുവാ ഒരു സീൻ വരുമ്പോൾ നമ്മളതിൽ അറിയാതെ ഇടപെട്ട് പോയാലും നാളെ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അതിൽ ഇപ്പോൾ എല്ലാവരെയും അല്ല ഞാൻ പറഞ്ഞ ഒരു ഭാഗം ആൾക്കാരായാലും നാളെ നമ്മളെ കുറ്റം പറയും. എന്തിനാടാ നീ അതിൻ്റെ അകത്ത് ഇടപെട്ടേന്ന് ചോദിച്ച്, നീ ആര് ഈ റോളില്ലല്ലോ അതിൻ്റെ അകത്ത് ഇടപെട്ടേന്നുള്ള രീതിയിൽ ചോദിക്കും. അപ്പം ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ലാൻഡിസിൽ നിന്ന് നമ്മൾ കളിക്കാതിരിക്കുന്നതാണ് ബെറ്റർ. എൻ്റെ ഒരു ഡിസിഷൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ പയ്യെ എക്സ്ലാൻഡിസിൽ നിന്ന് ഞങ്ങൾ ഒരു ബ്രേക്ക് എടുക്കുകയാണ് ഗൈസ്. എക്സ്ലാൻഡിസിലോട്ട് ഇനി കളിക്കുന്നില്ല. എക്സ്ലാൻഡിസ് സെർവറിൽ ഞങ്ങൾ കളിക്കുന്നില്ല ഒരു ടൈമിലത്തേക്ക്. ഞങ്ങൾ തൽക്കാലം ഡിമെൻസിറ്റിയിലോട്ട് മൊത്തത്തിൽ മാറുവാണ്. അപ്പം നമ്മൾ കാരണം ഒരു ബാഡ് ആർക്കും അടിക്കണ്ട. അതിപ്പോൾ കാണുന്നവർക്കായാലും മെമ്പേഴ്സിനായാലും ഇനി ഒരു ബാഡ് ഞങ്ങളുടെ സൈഡിൽ നിന്ന് വരണ്ട. എനിക്ക് അങ്ങനെ ഒരു സീൻ ഇനി ഉണ്ടാക്കാൻ വയ്യ. കാരണം ഒരു സീൻ വന്നപ്പോഴത്തേക്ക് കുറേ കേട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കേട്ട് ഇത്രയും നാൾ പറയാത്തതിൻ്റെയൊക്കെ എന്തൊക്കെ തരം ചാറ്റുകളാണെന്നോ ഞാൻ കണ്ടത്. ഞാൻ സത്യം പറയാമല്ലോ, അത്രയ്ക്കും വെറുത്ത് വന്നിരുന്ന് പറയുന്നത് ഒരു ബന്ധമില്ലാതെ നീയൊക്കെ നക്കി നടന്നവനല്ലടാ എന്നൊക്കെ വരെ എന്തൊക്കെയാണ് പറയുന്നത്. ഇത്ര നാൾ നിന്നിട്ട് ദിവസം പറയുകയാണ് നീയൊക്കെ നക്കിയതല്ലേടാ, ഇത്ര നാൾ ടി വിയെ കയറി നക്കി ഉണ്ടാക്കിയതല്ലേടാ, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഒരു പ്രശ്നം വന്നപ്പോൾ എനിക്കത് മനസ്സിലാകുന്നില്ല. പിന്നെ കുറേ പേര് മെസ്സേജ് അയച്ചിട്ട് ഞാൻ കുറേ പേർക്കൊക്കെ എനിക്കിങ്ങനെ മെസ്സേജ് അയക്കുന്നവർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അവരടുത്ത് കാര്യങ്ങൾ പറയുമ്പോൾ കുറേ പേർക്കൊക്കെ മനസ്സിലാവും. പക്ഷേ ഒറ്റയടിക്ക് ലൈവിൽ കാണുമ്പോൾ ഇപ്പം ഒരു സൈഡിലെ POV കണ്ടിട്ട് എല്ലാവരും ഒന്ന് ജഡ്ജ് ചെയ്തിട്ട് ഇങ്ങനെ ഭയങ്കര ബാഡായിട്ട് റിയാക്ട് ചെയ്യുന്നത് ഭയങ്കര ശോകമാണ് കേസ്. ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്, ഭയങ്കര ശോകമാണ്. ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങളിപ്പോൾ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഒരു ഗ്യാങ് തുടങ്ങുന്നതിനെ പറ്റിയായിരിക്കും. ഒരു ഗ്യാങ് എന്നുള്ള രീതിയിൽ എന്തായാലും ഇപ്പം ഡിമൻസിറ്റി കയറി ഉടനെ ഒരു ഗ്യാങ് തുടങ്ങണം, ഒരു ഗ്യാങ്ങായിട്ട് അങ്ങോട്ട് പോകണം എന്നല്ല. അവിടെ ചെന്നിട്ട് കുറച്ച് ആർ പിയും കാര്യങ്ങളും നോർമലായിട്ട് ആർ പിയും കാര്യങ്ങളും ചെയ്യണം. മനസ്സിലായി? ആർ പി നോർമലായിട്ട് നമ്മൾ ആ ഒരു ഗ്രൂപ്പായിട്ടുള്ള എക്സ്ലാൻഡീസ് അല്ലേ സൂപ്പർ, അങ്ങോട്ട് വായോ, ആർക്കെങ്കിലും എന്തെങ്കിലും പറയാം, അതൊക്കെ നമുക്ക് പാടില്ല. ഇല്ല ബ്രോ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ അങ്ങനൊരു സീൻ ഉണ്ടാക്കാൻ വയ്യ, മനസ്സിലായില്ലേ? എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ വയ്യ. നാളെ ഇപ്പം ഇങ്ങനെ പറഞ്ഞിട്ടൊരു പ്രശ്നം, എന്തേലും ഒരു കാര്യം വരുമ്പോൾ ഒറ്റ അടിക്ക് എല്ലാവരും തിരിയും. എനിക്കിനി ആ ഒരു സീൻ കാണാൻ വയ്യ. എനിക്കത് ഭയങ്കരമായിട്ട് ഇത്രയും ഞാൻ ഓപ്പണായിട്ട് പറയണേ കേസ്, ഈ പ്രശ്നം ഇത്രയും വലുതായതിൻ്റെ ഒരു ലാസ്റ്റത്തെ കേസ്, ഈ ലാസ്റ്റ് ഉള്ള ഒരു SRKയുടെ ഇഷ്യൂ വന്നതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് എല്ലാവർക്കും ബാഡായി. വെച്ചാൽ ഇപ്പോൾ ഇറങ്ങി നിൽക്കുന്നവർക്ക് ഉൾപ്പെടെ എല്ലാവർക്കും ബാഡായ ഇഷ്യൂ, ഏറ്റവും വലിയ ഇഷ്യൂ അതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പ്രശ്നം സോൾവ് ആയി പോയേനെ. അതിനുശേഷമാണ് എല്ലാം ബൾഗറാവാൻ തുടങ്ങിയത്. ഈ എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേസ് നിങ്ങൾക്ക്. കാരണം എനിക്ക് ഒരു ലിമിറ്റിനപ്പുറം മൈരേ നീ വരാം എന്നാലല്ലേ ഉക്കാൻ പറ്റുമെന്ന് എന്തൊക്കെയാണ് പറഞ്ഞത്? ബെല്ലാരി ലീഡർ സരക്ക് കൊലീഡർ രായൻ ഇത് ആവണം അവസാനം ഉണ്ടാകാൻ പോകുന്നത്. ഇല്ല ബ്രോ, ബെല്ലാരിയുടെ ഗ്യാങ്ങിലോട്ടൊന്നും ഞങ്ങൾ ബെല്ലാരിയായിട്ടൊന്നും ഇത് ഒരു റിലേഷനും ഇല്ല. ഞങ്ങളൊരിക്കലും ബെല്ലാരിയിലോട്ട് കയറിയിട്ട് ബെല്ലാരീനെ അകത്ത് കയറി ലീഡറും ലീഡർ ആവാനും അതിനൊന്നും ഞങ്ങൾ പോകണില്ല. ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്ലാനേ ഇല്ല. ബെല്ലാരിയുടെ ഗ്യാങ് മനസ്സിലായി, ബെല്ലാരിയായിട്ട് തന്നെ പോകും. അതിൻ്റെ അകത്തൊന്നും നമ്മൾ കയറിപ്പോയിട്ട് മറ്റേ ബെല്ലാരിയുടെ ലീഡർ ആവാനും അങ്ങനൊരു സംഭവം ഇല്ല. അത് അവരുണ്ടാക്കിയ ഗ്യാങ്ങാണ്, മനസ്സിലായ? അത് അവരുണ്ടാക്കിയ ഗ്യാങ്ങാണ്, അല്ലാതെ നമ്മളുണ്ടാക്കിയ ഗ്യാങ്ങല്ല. അത് രായൻ അതിൻ്റെ അകത്ത് പണ്ടേ ഒരു ഇതുണ്ട്, മനസ്സിലായ? അല്ലാതെ നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറിയിട്ട് ആ ഗ്യാങ്ങിനെ ബെല്ലാരി എന്ന് പറഞ്ഞ് നമ്മളതിൻ്റെ ഇടയിൽ കയറിയിരിക്കുന്നതല്ല അതിൻ്റെ സൊല്യൂഷൻ. നമ്മളായിട്ട് മാറുക, നമ്മുടെ വഴി പോവുക, അതാണ് ഉള്ള ഇഷ്യൂ. സൊല്യൂഷൻ. ഇതിൻ്റെ ഇടയിൽ പോയി ഇനി അവരെയും കൂടി കൊണ്ടു തോണ്ടാനൊന്നും താല്പര്യമില്ല. ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പം ഗ്യാങ് എന്നുള്ള രീതിയിൽ എന്തായാലും ഇപ്പോൾ ഒരു ഡിസിഷൻ എനിക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടാ. സത്യം പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ഒരു ഗ്യാങ് തുടങ്ങണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ കുറച്ചധികം കൺഫ്യൂഷനുണ്ട്. കാരണം ഈ പിള്ളേർ കുറേ പേര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവർ പല രീതിയിലോട്ട് തിരിഞ്ഞു തുടങ്ങി. വെച്ചാൽ പിള്ളേരിൽ ഇപ്പോൾ കുറേ പേര് പഠിക്കുന്ന കാര്യം അങ്ങനത്തെ രീതിയിലൊക്കെ പോകാനായിട്ട് തുടങ്ങി. അതേപോലെ കുറേ പേർക്ക് ഗ്യാങ് മനസ്സിലായി വേറെ ഗ്യാങ്ങുകളിൽ കളിക്കട്ടോ എന്നുള്ളൊരു മൈൻഡിലോട്ട് തുടങ്ങി. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു രീതിയിലാണ്. വെച്ചാൽ എല്ലാവരും ഇവിടെ ഇരുന്ന് പോസ്റ്റ് അടിച്ച് തുടങ്ങി, മനസ്സിലായാലും ഒന്നും ചെയ്യാതെ. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഗ്യാങ് തുടങ്ങണോ വേണ്ടേ, എന്താണ് ഒരു പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ എന്നുള്ളത് അറിയത്തില്ല. അപ്പം ഞാൻ അവിടെ തൽക്കാലം എൻ്റെ മൈൻഡിൽ സിറ്റിസണായിട്ട് പോവാം, സിറ്റിസനായിട്ട് കളിക്കണോ അതോ ഇങ്ങനെ ഗ്യാങ്ങായിട്ട് കളിക്കണോ എന്നുള്ള രീതിയിൽ ഒന്നും ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ഇപ്പോൾ ഒരു ഐഡിയ ഇല്ല, മനസ്സിലായോ? കാരണം അങ്ങനത്തെ ഒരു പോയിൻ്റ് ആയി. കാരണം പിള്ളേരൊന്നും ഇല്ല കേസ്. ഇപ്പം എല്ലാവരും ഇറങ്ങി പോലും എല്ലാവരും ഇപ്പം ആക്റ്റീവ് അല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിയിൽ പോലും എല്ലാവരും കയറാനൊന്നും ഇല്ല. അന്ന് തന്നെ നിങ്ങൾ ന്യൂ ഗ്യാങ് AGR സരക്ക് ലീഡർ രാൻ ലീഡർ. ബ്രോ നിനക്ക് എന്താണ് പ്രശ്നം? സത്യം പറയാല്ലേ, എനിക്ക് എന്താ പ്രശ്നം? ഒന്ന് പോയേ നീ. നിൻ്റെയൊക്കെ പ്രശ്നം വേറെയാണ്, മനസ്സിലായി? ഇത്രയും പറയുമ്പോഴത്തേക്ക് എൻ്റെ ഇടയിൽ കൂടി ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനത്തെ ചൊറിഞ്ഞ കമൻറ്റുകൾ കാണുമ്പോഴത്തേക്ക് എനിക്ക് ഉള്ള മൂഡ് കൂടി ഇപ്പോൾ. സത്യം പറയല്ലേ, ഞാൻ ഓൾറെഡി പറഞ്ഞു എനിക്ക് ഈ ചാറ്റിൽ വന്നിട്ട് ഞാൻ ഇതൊരു ഹേറ്റ് ലൈവും ഉണ്ടാക്കി